വാർത്തകളിലേക്ക് വിശദമായി. താമരശ്ശേരിയിൽ നിന്ന് പ്രവാസിയായ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സ്വർണ്ണ കവർച്ച ആരോപണം നിഷേധിച്ച് സഹോദരൻ നൌഫൽ. ഷാഫിയുടെ വീഡിയോ ചിത്രീകരിച്ചത് ഭീഷണിപ്പെടുത്തിയാണെന്ന് നൌഫൽ പറഞ്ഞു. കൊടുവള്ളി സ്വദേശി സാലിയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകലിൽ തനിക്ക് പങ്കില്ല. ഷാഫിക്ക് മറ്റ് ശത്രുക്കളില്ലെന്നും നിലവിലെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തരാണെന്നും നൌഫൽ പറഞ്ഞു. സിദ്ദിഖ് പന്നൂർ, ടോം കുര്യാക്കോസ് എന്നിവർ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം സിദ്ദിഖിലേക്ക്. സിദ്ദിഖ്, രണ്ടാമത് ന്യൂസ് 18 കിട്ടിയ വീഡിയോ സന്ദേശത്തിൽ, ഷാഫിയുടേതായി വന്ന വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് നൌഫലിനെ കുറ്റപ്പെടുത്തുന്ന ചില കാര്യങ്ങളായിരുന്നു. നൌഫൽ ഈ തട്ടിക്കൊണ്ടുപോകലിന് ശേഷം തന്നെ ഗൗനിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അനുകൂലമായി നിൽക്കുന്നു തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണോ ഇപ്പോൾ നൌഫൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്? സ്വർണ്ണ കവർച്ച നടന്നിട്ടില്ലെന്ന് പറയുന്നു. മറ്റെന്തൊക്കെയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങൾക്ക് നൌഫൽ പറയുന്ന മറുപടി? തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഷാഫിയുടെ സഹോദരനായിട്ടുള്ള നൌഫൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്, മീഡിയക്ക് മുന്നിൽ വന്ന് സംസാരിച്ചിരിക്കുന്നത്. നൌഫൽ പറയുന്നത് പ്രധാനമായും ഈ ഷാഫി തട്ടിക്കൊണ്ടുപോകപ്പെട്ടയാളാണ്. ഷാഫി ഒരാഴ്ചയായിട്ട് ഈ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അവർ നിർബന്ധിച്ച് സംസാരിപ്പിക്കുന്നു. അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നു, തെറ്റിദ്ധാരണ പരത്തുന്നു. അതുപോലെ തന്നെ അന്വേഷണം വഴി തിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇത് മാത്രമാണ് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് നൌഫൽ പറയുന്നത്. ഞാനും സഹോദരനും തമ്മിൽ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവുമില്ല, വളരെ നല്ല ബന്ധത്തിലാണ് ഉള്ളത്. താൻ എവിടേക്കും മാറുകയോ ഒളിച്ചു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, തടവിൽ കഴിയുന്ന ഷാഫിക്ക് ഇപ്പോൾ പുറത്ത് എന്ത് നടക്കുന്നുവെന്നോ, ആരൊക്കെ ഇടപെടുന്നുവെന്നോ, ആരൊക്കെ സഹായിക്കുന്നുവെന്നോ, പോലീസ് എന്ത് ചെയ്യുന്നുവെന്നോ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഷാഫിയെ കൊണ്ട് നിർബന്ധിച്ച് ചില കാര്യങ്ങൾ, അവർക്ക് അനുകൂലമായ രീതിയിലേക്കുള്ള ചില കാര്യങ്ങൾ പറയിപ്പിച്ചെടുക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ നൌഫലിന്റെയും ഷാഫിയുടെയും പിതാവ് അഹമ്മദ് കുട്ടിയും നമ്മൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഈ നൌഫലിനെ സൂക്ഷിക്കണമെന്ന്, ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതായി ഒരു വീഡിയോയിൽ നൌഫൽ പറയുന്നുണ്ട്, ഷാഫി പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവമില്ല. അത് തീർത്തും കള്ളമായി നിർബന്ധിച്ച് പറയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ യാതൊരു പ്രശ്നവും കുടുംബത്തിലില്ല. ഇപ്പോൾ കുടുംബത്തിനെയും തമ്മിൽ തെറ്റിച്ച് മറ്റൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ നേരത്തെ തന്നെ ഇവർ ആരോപിച്ചിട്ടുള്ള കൊടുവള്ളി സ്വദേശിയായ സാലിയും അതുപോലെ ഒരു ഷഫീഖ് എന്ന് പറയുന്ന കൊടുവള്ളി സ്വദേശിയുമാണ് എന്നാണ് ഇവർ തീർത്ത് ഇപ്പോഴും പറയുന്നത്. ഈ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. വരും സിദ്ദിഖ്, ആദ്യ വീഡിയോയിലാണ് അവിശ്വസനീയം എന്ന് നമുക്കൊക്കെ തോന്നുന്ന തരത്തിൽ സ്വർണ്ണക്കടത്തിന്റെ കാര്യങ്ങൾ ഷാഫി വെളിപ്പെടുത്തിയത്. അതിൽ ഏതാണ്ട് 325 കിലോ സ്വർണം കടത്തി അതിന്റെ പങ്ക് ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്തരം സാമ്പത്തിക ഇടപാടുകൾ എന്നത് ആദ്യം മുതലേ ഈ സംഭവത്തിലുള്ള സംശയവുമാണ്. പക്ഷേ അത് പൂർണ്ണമായും തള്ളുകയാണോ ഇപ്പോൾ ഈ സഹോദരൻ? തീർച്ചയായും നൌഫൽ തീർത്തും ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഇടപാട് പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അത്തരത്തിലുള്ള യാതൊരു ഇടപാടും ഇല്ല എന്നാണ് പറയുന്നത്. ഈ സാലിക്ക് കൊടുക്കാനുള്ള ഒരു പണത്തിന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. അതല്ലാതെ അത് സംബന്ധിച്ച് അതിലും ഒരു സ്ഥിരീകരണമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും ആ ഒരു ഇടപാടിന്റെ പേരിൽ സാലി ഭീഷണിപ്പെടുത്തി എന്നൊരു സംഭവം അല്ലാതെ മറ്റൊരു ശത്രുക്കളും ഇല്ല എന്നും ഇത്തരത്തിലുള്ള യാതൊരു സ്വർണ്ണക്കടത്തും കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുമാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു സ്വർണം നഷ്ടപ്പെട്ടതായിട്ടുള്ള പരാതിയോ കാര്യങ്ങളോ അതും ഇല്ല. അത് തീർത്തും വ്യാജമാണ് എന്ന് പറയുമ്പോൾ തന്നെയും നമുക്കൊക്കെ നേരത്തെയും ലഭിച്ചിട്ടുള്ള പല വിവരങ്ങളിൽ നിന്നും ഇത്തരത്തിൽ 325 കിലോ അല്ലെങ്കിൽ 330 കിലോ സ്വർണം സൗദി എയർപോർട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്നതായിട്ടും ഇതിൽ 2 പേർ, ഒരു കണ്ണൂർ സ്വദേശിയും ഒരു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയും അവിടെ ജയിലിൽ കടക്കുന്നുണ്ടെന്നും ഇവർക്ക് കോടതി ശിക്ഷ വിധിച്ചതാണെന്നും ഉള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. മാത്രമല്ല, ഇതിൽ നിന്നും പങ്ക് ലഭിക്കേണ്ട പല ആളുകളും അവർക്ക് പങ്ക് ലഭിച്ചില്ല എന്ന രീതിയിലുള്ള ചില വിവരങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ നമുക്ക് മുന്നിലും തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് നടന്നു എന്ന രീതിയിൽ തന്നെയുള്ള വിവരങ്ങൾ പോലീസിനൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും നൌഫൽ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നൌഫൽ പറയുന്നത്. എന്നാൽ പോലീസും ഇപ്പോൾ അത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തോ അതുപോലത്തെ മറ്റു ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടോ കാര്യങ്ങളോ അതൊന്നും തന്നെ പോലീസും ഇപ്പോൾ അന്വേഷിക്കുന്നില്ല. പോലീസ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കാണാതായിട്ടുള്ള ഷാഫിയെ കണ്ടെത്തുക എന്നുള്ള
ഒരൊറ്റ കാര്യം മാത്രമാണ് പോലീസും ഇപ്പോൾ അന്വേഷിക്കുന്നത്. തുടരുക സിദ്ദീഖ്. ടോം കുര്യാക്കോസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ടോം, ഇതിൽ ആദ്യം മുതൽ തന്നെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഷാഫിയുടെ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് ഷാഫി ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ചതാണോ എന്ന സംശയവും ഉണ്ടായിരുന്നു. ഇപ്പോൾ സഹോദരൻ നൗഫൽ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ്? ഈ അന്വേഷണം തൃപ്തികരമാണ് എന്ന് നൗഫൽ പറയുന്നു. അപ്പോൾ പോലും ഇത്രയധികം ദിവസമായി ഇയാൾ എവിടെയുണ്ട് എന്ന് പോലും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല എന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ എന്നിട്ടും ആ അന്വേഷണത്തിൽ അവർ തൃപ്തരാണ് എന്നുകൂടി പറയുന്നു. അപ്പോൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് നൗഫലിന്റെ വാദങ്ങൾ? രേണുക, ഇതിലൊരൊറ്റ കാര്യം മാത്രമാണ് നൗഫൽ പറഞ്ഞതിൽ വസ്തുതയുള്ളത്. കാരണം ഈ പുറത്ത് എന്ത് നടക്കുന്നു എന്നത് ഷാഫിക്ക് അറിയില്ല. കാരണം ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഈ കൊട്ടേഷൻ സംഘങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഷാഫിക്ക് അറിയാവുന്നുള്ളൂ. ഈ നിലവില് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സൗദിയിൽ നിന്നും 325 കിലോ സൗദി രാജകുടുംബത്തിന്റെ സ്വർണം കേരളത്തിലേക്ക് മോഷ്ടിച്ചു കടത്തിയെന്ന ആരോപണം നേരത്തെ മുഴുവൻ തന്നെ നിൽക്കുന്നതാണ്. ഷാഫിയുടെ ആദ്യം വന്ന വീഡിയോയിൽ ഷാഫി അക്കാര്യം തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. പക്ഷെ രണ്ടാമത്തെ വീഡിയോയിലാണ്, ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത്, ന്യൂസ് 18 പുറത്തുവിട്ട രണ്ടാമത്തെ വീഡിയോയിലാണ് ഇത് ഈ സ്വർണ്ണ കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ സഹോദരൻ നൗഫലാണ്. നൗഫൽ തന്നെ ചതിക്കുന്നുവെന്ന ഒരു ആരോപണം, ഒരു കാര്യം ഷാഫി തുറന്നു പറയുന്നു. ഇന്ന് അത് നിഷേധിച്ചുകൊണ്ട് നൗഫൽ രംഗത്തെത്തുന്നു. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രേണുക, ഇത്രയും ദിവസമായിട്ടും നൗഫലോ മറ്റ് അടുത്ത ബന്ധുക്കളോ, സക്കറിയ അല്ലാതെ മറ്റടുത്ത ബന്ധുക്കളോ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നില്ല. പക്ഷേ നൗഫലിനെതിരെ ഒരു ആരോപണം വന്നപ്പോഴാണ് അവർ ഇപ്പോൾ രംഗത്തെത്തുന്നത്. കാരണം ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടവർക്ക് പങ്കില്ല. കൊടുവള്ളി സ്വദേശി സാലിയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടുമായി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു തട്ടിക്കൊണ്ടുപോകലെന്നാണ്. പക്ഷെ ഒരിക്കലും സാലിയെ പോലെ, പ്രത്യേകിച്ച് കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സാലിയുമായി ഈ നമ്മൾ നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടൊരു വാർത്തയുണ്ടായിരുന്നു. ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ സംഘത്തിന് പങ്കുണ്ട്. മോനായി എന്ന നിസാം സലീമിനെ കേന്ദ്രീകരിച്ചാണ്. നിസാം സലീമാണ് ഈ ഷാഫിയെ തട്ടിക്കൊണ്ട്, നിസാം സലീമിന്റെ സംഘങ്ങളാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് ചില സൂചനകൾ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. അതായത് സാലി ഒരിക്കലും ഒരു ചെറിയൊരു ഒരു കേസ്, ഒരു 1.5 കോടി രൂപയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഇത്രയും വലിയൊരു കൊട്ടേഷൻ, ഇത്രയും ഒരു അധോലോക കുറ്റവാളി ആയിട്ടുള്ള രവി പൂജാരി സംഘത്തിലേക്ക് ഈ കൊട്ടേഷൻ നൽകില്ല. അതായത് വലിയൊരു സാമ്പത്തിക ഇടപാട് ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ രവി പൂജാരിയുടെ സംഘത്തിലേക്കും പോലീസും അന്വേഷിക്കുന്നത്. പക്ഷേ ഇത്രയധികം ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. സൗദിയിൽ നിന്നും രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ചു എന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടും പോലീസ് ആ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. സൗദിയിൽ നിലവിൽ 2 മലയാളികൾ ജയിലിലുണ്ട്. ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടവിടെ സൗദിയിലെ ഒരു വിമാനത്താവളത്തിൽ കാർഗോ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന 2 യുവാക്കൾ അവർ ജയിലിലുണ്ട്. അത് ഈ മോഷണ കേസിലാണ്. പക്ഷേ ഈ മോഷണ കേസിൽ അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കേരളത്തിലേക്കാണ് ഈ സ്വർണം കടത്തിക്കൊണ്ടത്. പക്ഷെ അങ്ങനെയെങ്കിൽ അത് ആരാണ് സ്വർണം കടത്തിയത്? ഈ ഷാഫിയാണെന്നാണ് ഷാഫി തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. എത്ര ഭീഷണി ഉണ്ടെങ്കിലും താൻ ചെയ്യാത്തൊരു കുറ്റം ഷാഫിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അത് വലിയ സമ്മർദ്ദമുണ്ടെങ്കിൽ പോലും, വലിയ ഭീഷണി ഉണ്ടെങ്കിൽ പോലും ഷാഫിക്ക് അത്തരം ഒരു കുറ്റം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. കുടുംബം പല കാര്യങ്ങൾ മറച്ചുവെക്കുന്നുണ്ട്. അക്കാര്യമാണ് പോലീസ് എന്തായാലും പരിശോധിക്കുന്നത്. പൂർണ്ണമായും തീർച്ചയായും ടോം, ഈ കുടുംബത്തിന് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട് എന്ന് അവരുടെ പലപ്പോഴായുള്ള ഇടപെടലിൽ നിന്ന് പുറമേ നിന്ന് നോക്കുന്നവർക്ക് പോലും സംശയം ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ആദ്യം വന്ന വീഡിയോയ്ക്ക് ശേഷം രണ്ടാമത് വന്ന വീഡിയോയിൽ അത് വ്യക്തമാക്കുന്നുണ്ട് ഷാഫി. ആദ്യം വന്ന വീഡിയോയിൽ സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടെ സഹോദരനുള്ള ബന്ധമൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഈ അന്വേഷണ സംഘം ഈ വീട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എത്രമാത്രം അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സംഘം വീട്ടുകാരെ നിരീക്ഷിക്കുന്നുണ്ട്. ഷാഫിയെ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് സംബന്ധിച്ച് ന്യൂസ് 18 പുറത്തുവിട്ട ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്. കാരണം അതുവരെ കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിന് ഈ കേസിൽ യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല. ന്യൂസ് 18 ആണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ഒരു അല്പമെങ്കിലും കേസിൽ ഒരു തുമ്പുണ്ടാക്കി കൊടുത്തത്. കാരണം ഇത് വിദേശത്ത് നിന്നാണ് ഈ ഒരു കൊട്ടേഷൻ സംഘത്തെ നിയന്ത്രിക്കുന്നത്. ഇതിന് പിന്നിലെ വലിയൊരു സ്വർണം കവർച്ച കേസ് ഇതിന്റെ പിന്നിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന്റെ പിന്നിലെന്ന സൂചനകൾ നൽകിയത് ന്യൂസ് 18 പുറത്തുവിട്ട ആ വീഡിയോയിലെ ഷാഫിയുടെ പുതിയ വെളിപ്പെടുത്തലായിരുന്നു. അതിനു മുൻപ് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഷാഫി തന്നെ തന്റെ കുറ്റം ഏറ്റെടുക്കുന്നു. പക്ഷെ എന്തായാലും ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഷാഫി ഇത്തരത്തിൽ ഒരു സ്വർണ്ണ കവർച്ച കേസിലെ വലിയൊരു പങ്കാളിയാണെങ്കിൽ പോലും
ഇതേ രീതിയിൽ നിയമം കയ്യിലെടുക്കാൻ ഈ കൊട്ടേഷൻ സംഘത്തിന് ആരധികാരം നൽകുന്നു? ഇത്തരത്തിൽ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെയും ആ പ്രതികളിലേക്ക്, ഈ കൊട്ടേഷൻ സംഘത്തെ കണ്ടെത്താനോ ഷാഫിയെ കണ്ടെത്താനോ കഴിയാത്തത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണത്തിന് വലിയൊരു വീഴ്ച തന്നെയാണെന്ന് എന്തായാലും വ്യക്തമായി തന്നെ പറയേണ്ടി വരും. കാരണം ഷാഫിയെ തോക്കിൻ മുനയിൽ നിർത്തിയാണ് ഇവർ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഷാഫി തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു താൻ ഒരു ഇരുട്ട് മുറിയിലാണ്, തന്നെ അവർ എന്തായാലും ഈ പണം കൊടുക്കാതെ 80 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ്, അതിന്റെ 4 വിഹിതം 20 കോടി നൽകാതെ തന്നെ അവർ വിട്ടു നൽകില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ കുടുംബം, അതായത് നൗഫൽ, സഹോദരൻ നൗഫല് ഈ വഴങ്ങുന്നില്ല. ഈ കൊട്ടേഷൻ സംഘവുമായുള്ള പല ചർച്ചകൾ അവർ ഫോണിലൂടെ ബന്ധപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും ഈ നിസാം സലീം ആയിരിക്കാം ഒരുപക്ഷെ ഈ കുടുംബവുമായി ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടത്. അവർ നിസാം സലീമിന്റെ ആവശ്യങ്ങളോട് കുടുംബം വഴങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഷാഫിയെ വിട്ട് ഇവരുടെ സങ്കേതത്തിൽ നിന്നും ഈ കസ്റ്റഡിയിൽ നിന്നും വിട്ട് നൽകാനും ഇവർ തയ്യാറായി, കൊട്ടേഷൻ സംഘം തയ്യാറാകാത്തത്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നൗഫലിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ, തനിക്കൊരു പങ്കില്ല എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഷാഫിയുടെ തട്ടിക്കൊണ്ടുപോകൽ കലാശിച്ചെന്ന കാര്യത്തിൽ എന്തായാലും പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല നൗഫലിന്റെ വാക്കുകൾ എന്നതാണ് ടോം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഷാഫിയുടെ വീഡിയോ ചിത്രീകരിച്ചത് ഭീഷണിപ്പെടുത്തിയാണെന്നാണ് നൗഫൽ പറയുന്നത്. കൊടുവള്ളി സ്വദേശി സാലിയാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് നൗഫൽ പറയുന്നു. തട്ടിക്കൊണ്ടുപോകലിൽ തനിക്ക് പങ്കില്ല, ഷാഫിക്ക് മറ്റ് ശത്രുക്കളില്ല, നിലവിലെ അന്വേഷണത്തിൽ കുടുംബം തൃപ്തരാണെന്നും നൗഫൽ പറയുന്നു. ഇതൊക്കെയും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നൗഫലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നൗഫലിനെ ആരോപണ വിധേയനാക്കുന്ന തരത്തിലുള്ള വീഡിയോ വന്നതിന് ശേഷം മാത്രമാണ്. എന്തായാലും നമുക്ക് നൗഫലിന്റെ വാക്കുകൾ കേൾക്കാം. ഒരാഴ്ച മുന്നേ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് ഗുണ്ടകൾ വന്നും കണ്ട് ഷാഫിനെ തട്ടിക്കൊണ്ടുപോയതാണ്. ഇത് സംബന്ധമായിട്ട് കുറേ ആളുകൾ പറയുന്നത് ഞാൻ മുങ്ങിയതാണ്, നൗഫലിനെ എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് നടക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ എന്ത് ചെയ്തത് എന്ന് മീഡിയൻ്റെ മുന്നിൽ വരാൻ നോക്കിയത്. പിന്നെ ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് തന്നെ എല്ലാ ദിവസവും ഇവിടെ നടന്ന നോമ്പ് തുറക്കലും എല്ലാ ദിവസവും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാവല്. അപ്പം ഞാനും മിസ്സിങ് ആണ്, എനിക്കും എന്തെല്ലാമൊക്കെ അറിയാമെന്നുള്ളൊരു വാർത്ത വന്നതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്തത് ഇന്ന് മീഡിയൻ്റെ മുമ്പിൽ വന്നത്. അത് പോലീസുകാർ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്, പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ പ്രതികളിലേക്ക് പിന്നെ എത്താനായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ലാസ്റ്റ് പറഞ്ഞ വിവരം. സിദ്ദീഖ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. സിദ്ദീഖ്, ഇപ്പോൾ നൗഫൽ പറയുന്നത് കണക്കാണെങ്കിൽ തങ്ങൾക്കൊന്നും ഒളിപ്പിക്കാനില്ല, ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നുമല്ല, താൻ ഈ ആരോപിക്കപ്പെടുന്ന തരത്തിലൊന്നും ചെയ്തിട്ടില്ല, ഇത് ഷാഫിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതാണ് എന്ന തരത്തിലാണല്ലോ സഹോദരൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബത്തിന് കുറച്ചുകൂടി വ്യക്തമായി എന്താണ് കാര്യങ്ങളെന്ന് പറയാവുന്നതല്ലേ ഉള്ളൂ. അത് നേരത്തെ തന്നെയും ആകാമായിരുന്നല്ലോ. അപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിക്കാനുണ്ട് എന്ന് കരുതണമോ? അപർണ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ടോം സൂചിപ്പിച്ച പോലെ തന്നെ നൗഫൽ സഹോദരനെ കുരുക്കി സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല, സഹോദരനെ വകവരുത്തി സഹോദരന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വീഡിയോ രണ്ടാമതായി നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം മാത്രമാണ്, അതും ഇന്നലെ രാവിലെ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ 24 മണിക്കൂറും കഴിഞ്ഞ ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നൗഫൽ ഈ വിഷയത്തിൽ സഹോദരനെ കുടുക്കിയിട്ടില്ല, അല്ലെങ്കിൽ സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം വന്നതിനുള്ള മറുപടി മാത്രമാണ് നൗഫൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർ പറഞ്ഞ കാര്യം മറ്റു വിഷയത്തെക്കുറിച്ച് ഒന്നും നമുക്ക് പ്രതികരിക്കാനില്ല, അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടാവരുത് എന്ന ഒരു കണ്ടീഷൻ നേരത്തെ നമ്മൾ തമ്മിൽ പറഞ്ഞു ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത്. മറ്റു വിഷയങ്ങളെ കുറിച്ചോ സ്വർണ്ണക്കടത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഇടപാടുകളെ കുറിച്ചോ എന്നുള്ള ഒരു ചോദ്യവും ഉണ്ടാവരുത് എന്ന് നമ്മോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കില്ല എന്നും അത്തരത്തിലുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്നും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതികരിക്കാൻ തയ്യാറായത്. സഹോദരനെ കുടുക്കിയിട്ടില്ല, സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പ്രതികരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള, ടോം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കൊടുവള്ളിയോ താമരശ്ശേരിയോ അല്ലെങ്കിൽ കോഴിക്കോടോ ഉള്ള ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ സംഘമോ തട്ടിക്കൊണ്ടു പോകലോ അല്ല ഇവിടെ നടന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നമ്മോട് സൂചിപ്പിക്കുന്നത് ഒരു നിലക്കും കണക്ട് ചെയ്യാൻ കഴിയാത്ത, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന റേഞ്ചിൽ നിന്ന് എത്രയോ ഉയർന്ന റേഞ്ചിലുള്ള ഒരു സംഘമാണ് എന്ന് തന്നെ ഉദ്യോഗസ്ഥർ തീർത്ത് പറയുന്നു.
മാത്രമല്ല കൊലപാതകം ഉൾപ്പെടെ നടക്കുന്ന ഈ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുള്ള ചില കൊട്ടേഷൻ സംഘവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കേന്ദ്രത്തിൽ പോയാണ് 3 പേരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് പോലീസ് കളിക്കുന്നത് എന്ന് അവർ പറയുന്നു. ചില ചോദ്യങ്ങൾ മാത്രമേ ആകാവൂ എന്ന നിബന്ധനയോട് കൂടിയാണ് ഇപ്പോൾ നൗഫൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ന്യൂസ് 8-ന് മുന്നിൽ എത്തുകയും ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നൗഫലിന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കേൾക്കാം. ഒരാഴ്ച മുന്നേ വീട്ടിൽ വെച്ചിട്ട് കുറച്ച് ഗുണ്ടകൾ വന്നങ്ങാട്ട് ഷാഫിനെ തട്ടിക്കൊണ്ടുപോയതാണ്. ഇത് സംബന്ധമായിട്ട് കുറേ ആളുകൾ പറയുന്നത് ഞാൻ മുങ്ങിയതാണ്, നൗഫലിനെല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞങ്ങാട്ട് നടക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ എന്ത് ചെയ്തത് എന്ന് മീഡിയൻ്റെ മുന്നിൽ വരാൻ നോക്കിയത്. പിന്നെ ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് തന്നെ എല്ലാ ദിവസവും ഇവിടെ നടന്ന നോമ്പ് തുറക്കലും എല്ലാ ദിവസവും ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാവാറ്. അപ്പം ഞാനും മിസ്സിങ് ആണ്, എനിക്കും എന്തെല്ലാമൊക്കെ അറിയാമെന്നുള്ളൊരു വാർത്ത വന്നതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്തത് ഇന്ന് മീഡിയൻ്റെ മുമ്പിൽ വന്നത്. അത് പോലീസുകാർ നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ പ്രതികളിലേക്ക് പിന്നെ എത്താനായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു ലാസ്റ്റ് പറഞ്ഞ വിവരം. ഇപ്പോൾ ഇതേ വിഷയത്തിൽ ഷാഫിയുടെ അച്ഛൻ പ്രതികരിച്ചു. അതിലേക്ക് ഒക്കെ കള്ളത്തരമായിട്ടാണ് മനസ്സിലാകുന്നത്. പോലീസ് എന്നോട് ഇതുവരെ എന്നെ പ്രായമായിട്ടായിരിക്കും എന്നെ ഒഴിവാക്കലുണ്ട്. പോലീസ് വന്നാൽ എന്നോട് കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കാനൊക്കെ ഉത്തരം പറയുമല്ലോ. ഇപ്പോൾ ഷാഫിൻ്റെ വീഡിയോ കാര്യമായിട്ട് പറയുന്നൊരു വിഷയമാണ് ഈ നൗഫലിനെ ശ്രദ്ധിക്കണമെന്ന് ഉപ്പ പ്രത്യേകം എന്നോട് ഏൽപ്പിച്ചിരുന്നു. നൗഫൽ പറ്റിക്കും, സ്വത്ത് മാറ്റിയെടുക്കാൻ വേണ്ടി അപ്പോൾ നൗഫലാണ് കുടിക്കുന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞെന്നാണ് പറയുന്നത്, എന്താണ് അതിന്? ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്നും അങ്ങനെ പറഞ്ഞതായിട്ട് ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ പറയുന്ന കേട്ട് പെൺകുട്ടികളാണ് സ്വത്ത് മറ്റേ ഇവിടേക്ക് തട്ടുന്നു. മറ്റോനും പെൺകുട്ടികൾ തന്നെയാണ് 3. മൂത്തവനും 3 പെൺകുട്ടികളാണ്. ഒൻ്റെ സ്വത്ത് ഇങ്ങോട്ടും വരികയല്ലോ. അങ്ങനെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരികയല്ലോ ഇസ്ലാമിൻ്റെ നിയമപ്രകാരമോ. 2 പെൺകുട്ടികളല്ലോ. ആൺകുട്ടികളുണ്ടെങ്കിലല്ലേ പിന്നെ അതിതാകുന്നുള്ളൂ. അതൊന്നും പിന്നെ ഒരു കണക്കിലെടുക്കട്ടെ. അത് വിവരമില്ലാണ്ട് പറയാന്നുള്ളതല്ലോ.